ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി. അപ്പം ഇന്ന് നമുക്ക് ഒരു വിഷു സ്പെഷ്യൽ ഹാൻഡ് വർക്ക് കണ്ടാലോ? കുർത്തിയിലാണ്, ടിഷ്യൂ കുർത്തിയിലാണ് കേട്ടോ ചെയ്യുന്നത്. വിഷു തീമിലാണ് ഞാൻ ചെയ്യുന്നത്. അത് യെല്ലോ ആണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. യെല്ലോയും ഒരു ഓറഞ്ചിഷ് യെല്ലോയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേപ്പറിലാണ് നമ്മുടെ നോർമൽ, നമ്മളെ എല്ലാ പാറ്റേണും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഏത് ബ്രൈഡൽ വർക്ക് ആണെങ്കിൽ പോലും ഞാൻ പാറ്റേൺ നോർമൽ ന്യൂസ് പേപ്പറിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ ലെങ്ത്ത്, നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചും വിഡ്ത്ത് വന്നിട്ട് ഒരു 4 ഇഞ്ചുമാണ് അതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പം അത് ഒരു 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 ആലില ഷേപ്പിലോട്ടാണ് നമ്മുടെ നെക്ക് വരച്ചു കൊടുക്കുന്നത്. റൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഷേപ്പ് നമുക്ക് ഭംഗിയായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോർമലി ഒരു നോട്ട്ബുക്കിൽ ഇപ്പോൾ വരച്ച് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിപ്പം ഈ അളവ് കണക്കാക്കണ്ട കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എങ്ങനെയാണ് ആ ഷേപ്പ് വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ നോട്ട്ബുക്കിൽ വരയ്ക്കുന്നത്, ഈ വലിയ പേപ്പറിൽ വരച്ച് കാണിക്കുന്നത്. അപ്പം ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ നെക്ക് ഞാൻ മെറ്റീരിയലിലേക്ക് വരയ്ക്കുന്നത്. മെറ്റീരിയൽ ടിഷ്യൂ മെറ്റീരിയലാണ്, നമ്മുടെ നോർമൽ വൈറ്റ് ക്രീം കളർ ടിഷ്യൂ മെറ്റീരിയൽ ഇല്ലേ, അതാണ് കേട്ടോ എടുക്കുന്നത്. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് വേറെ ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പം മെറ്റീരിയലിൽ ഞാൻ വരയ്ക്കുന്നത്, നമ്മൾ വേറെ ഏതെങ്കിലും കളർ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോഴത്തേനും അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നിയത് കൊണ്ട് മെറ്റീരിയലിൽ ഞാൻ വൈറ്റ് പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അത് എനിക്ക് വീഡിയോ എടുത്തിട്ട് വീഡിയോയിൽ അത്ര വിസിബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള വീതിയിൽ മൊത്തത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ആ ആലിലെ ഷേപ്പിലേക്ക് ആ ഷേപ്പ് കംപ്ലീറ്റ് ഓൾ റൗണ്ട് മൊത്തത്തിൽ ആ ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ. 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ആയിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഈ രീതിയിൽ നേർരേഖ വരച്ചിട്ട് അതിൽ ഇങ്ങനെ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും വരുന്ന ലൈൻസ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൺലൈനിൽ കണ്ട ഒരു ഡിസൈനാണ്, പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഓൺലൈനിൽ കണ്ടത് അത്ര ഫിനിഷിങ് അല്ലായിരുന്നു. ഒരു 2-3 ഫ്ലവർ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പം അതിലും കുറച്ചുകൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് 1 സൈഡ് നമ്മൾ ബഞ്ച് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് യൂസ് ചെയ്യുന്നത്. ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതിൽ യെല്ലോയും ചെറിയൊരു ഓറഞ്ച് ചേർന്ന യെല്ലോയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ജമന്തിയുടെ കളറും കൂടെ ചേർന്ന് വരുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ തന്നെ ഞാൻ ടിഷ്യൂ മെറ്റീരിയലിലേക്ക് ഈ പാറ്റേൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് നിങ്ങൾക്ക് കാണാവോ എന്നറിയില്ല വീഡിയോയിൽ. അപ്പം ഈ രീതിയിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. നമ്മുടെ പേപ്പറിൽ കണ്ട അതേ രീതിയിൽ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിയിൽ വരച്ചു കൊടുക്കാം. വീതി ഓവർ ആവണ്ട, ഒരു മീഡിയം വീതിയിൽ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബഞ്ച് ബീഡ്സ് വെച്ചിട്ട് ആണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ബഞ്ച് ബീഡ്സ് 4 mm ബഞ്ച് ബീഡ്സ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. തീരെ ചെറുത് എടുക്കുന്നില്ല. 4 mm എടുത്താൽ തന്നെ ധാരാളമായിരിക്കും, നല്ല നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അപ്പം ലെഫ്റ്റ് സൈഡിൽ ബഞ്ച് ബീഡ്സും റൈറ്റ് സൈഡിൽ നമ്മുടെ ത്രെഡ് വർക്കും ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബഞ്ച് ബീഡ്സ് ഓരോന്നായിട്ട് തന്നെ ഇട്ട് പോകാനായിട്ട് ശ്രമിക്കുക, എളുപ്പം തീരും കേട്ടോ വർക്ക്. അപ്പം ഓരോ ലെയറായിട്ട് ഞാനൊരു 6-7 ലെയർ കൊടുക്കുന്നുണ്ട്. തീരുമ്പം ഞാൻ കാണിച്ചു തരാം, ഏകദേശം വർക്ക് തീരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഈ രീതിയിലാണ് ഞാൻ ബഞ്ച് ബീഡ്സ് ലോഡ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ ആരി നീഡിലെ നോർമൽ കോട്ടൺ ത്രെഡിലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ എൻഡ് വരെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വൺ സൈഡ് ഒരു എൻഡ് വരെ എത്തി. അതിപ്പുറത്തുനിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അതപ്പോൾ ആ ഷേപ്പിന് വളഞ്ഞ് വന്നിട്ട് നമ്മൾ ഒരു ലെയർ മുകളിലോട്ടായിട്ട് നമ്മൾ അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു ലെയർ മുകളിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മുടെ അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിപ്പോൾ അടുത്ത 3ാമത്തെ ലെയർ തുടങ്ങി കാണിച്ചു തരാം. അപ്പം ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് എടുത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ബാക്ക് സ്റ്റിച്ച് കൂടെ കൊടുത്തതിന് ശേഷം ലെയർ. അപ്പം ഓരോ ബീഡുണ്ടല്ലോ,
രണ്ട് ബീഡിന്റെ ഇടയ്ക്ക് നമ്മുടെ രണ്ടാമത്തെ ലെയറിന്റെ അടുത്ത ബീഡ് വന്ന് നിൽക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് കേട്ടോ ഭംഗി. അപ്പം ബീഡ് കുറച്ചുകൂടെ സെറ്റായിട്ട് അതിലേക്ക് ചേർന്ന് ഇരിക്കുന്നതായിരിക്കും. അപ്പൊ കാണാനും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പൊ ഈ കയറി ഇറങ്ങി എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേനും നമുക്ക് ആ വർക്ക് വന്ന് എൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഫിനിഷിങ് നമ്മൾ ആ ഷാർപ്പൺ ചെയ്ത് വരുന്നതിൻ്റെ ഫിനിഷിങ് മനസ്സിലാകും. അപ്പം അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. നമ്മുടെ ഓൺലൈനിൽ ഞാൻ കണ്ട ഫോട്ടോയിൽ ഈ ഫിനിഷിങ് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് മുറിഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് കണ്ടു. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും ഇനി അവിടെ കുറച്ചുകൂടെ ഷാർപ്പൻ ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബീഡ് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എൻഡ് നമുക്ക് ഷാർപ്പായിട്ട് കിട്ടും. ഞാനിപ്പോൾ അത്രയും ഷാർപ്നെസ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ വർക്ക് ഓൾ ഓവർ വൺ സൈഡ് പോകുന്നത്. ഇനി ആ ഒരു 4, 5, 6 ലെയർ വരുമ്പോൾ ഇത്ര ലെയർ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് 7 ലെയറോളം ഞാനിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വീതിക്ക് തന്നെ വന്നപ്പം ആ ലെയർ കയറി ഇറങ്ങി വന്നാണ്ട് അപ്പൊ നമ്മുടെ തല തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൈ കൂപ്പി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പക്ഷെ വർക്ക് ചെയ്ത് വന്നപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ രീതിയിൽ ഇനി അടുത്തത് നമുക്ക് ഫ്ലവർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിംഗ് നോട്ട് വെച്ചിട്ടുള്ള റിംഗ് നോട്ട് ഫ്ലവർ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഗ്രീനും ഇതിൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന കളറുകൾ ഗ്രീന്, നമ്മുടെ നോർമൽ യെല്ലോ, പിന്നെ ഓരോ ഓറഞ്ച് ചേർന്നൊരു യെല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നമുക്ക് തീം വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ ഈ യെല്ലോ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഓറഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പം ഓറഞ്ച് കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് കേട്ടോ ആ ഓറഞ്ചിലോട്ട് വന്നത്. അത് നമുക്ക് വഴിയെ കാണാം വീഡിയോയിൽ. അപ്പം ഞാൻ അങ്ങിങ്ങായിട്ട് കുറച്ച് ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള സ്പോട്ടുകൾ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സെൻറ്റർ ബേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിലാണ് നമ്മൾ ഗ്രീൻ കൊടുക്കുന്നത് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ. ഞാനിപ്പോൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമ്മൾ ഡാർക്ക് ഗ്രീൻ ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് നോട്ടൊക്കെ നമ്മുടെ മുൻപുള്ള വീഡിയോയിൽ നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞു പോന്നിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട് ആദ്യം ബീഡ് ത്രെഡ് കുത്തിയെടുക്കുക. ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നീഡിൽ വെളിയിലായിട്ട് വെച്ചതിന് ശേഷം 2 ചുറ്റ് ത്രെഡ് നമ്മൾ ഇപ്പുറത്തെ കൈ കൊണ്ട് 2 ചുറ്റ് ചുറ്റിയതിന് ശേഷം നമ്മുടെ അത് ഹോൾഡ് ചെയ്ത് തന്നെ നമ്മുടെ നീഡിൽ താഴേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് എല്ലാവർക്കും ഒത്തിരി പേര് ഇപ്പോഴും ഞാൻ ഫ്രഞ്ച് നോട്ടിൻ്റെ ഒക്കെ വീഡിയോസിൽ ഓരോരുത്തരുടെ വീഡിയോസിൽ നമ്മുടെ ചാനൽ മാത്രമല്ല പല ചാനലുകളിലും ഫ്രഞ്ച് നോട്ടിൻ്റെ ബുള്ളി നോട്ടിൻ്റെ ഒക്കെ വീഡിയോസ് നല്ല റീച്ച് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും അതിൽ ഒത്തിരി പേർക്ക് സംശയം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പം ഇനി ഇങ്ങനെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആ ഫ്രഞ്ച് നോട്ട് കംപ്ലീറ്റ് ഫുള്ളായിട്ട് ആ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അതിന് ചുറ്റുമായിട്ട് നമുക്ക് റിംഗ് നോട്ട് ഫ്ലവർ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ റിംഗ് നോട്ട് ഈ രീതിയിൽ നമുക്ക് റിംഗ് നോട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഒരു ഫ്രഞ്ച് നോട്ട്, ഒരു ഗ്രീൻ കളർ ഫ്രഞ്ച് നോട്ട് ഒരു ഫ്ലവറിന്റെ സെന്റർ ആയിട്ട് കണക്കാക്കിയാണ് നമുക്ക് അതിന് ചുറ്റുമാണ് നമ്മൾ ഫ്ലവർ തുന്നിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ഫ്രഞ്ച് നോട്ടിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കുത്തിയെടുത്തതിന് ശേഷം 2 ചുറ്റുക. ഫ്രഞ്ച് നോട്ടിന് കൊടുത്ത പോലെ തന്നെ 2 ചുറ്റി റിംഗ് നോട്ട് ഏത് സൈഡിലേക്കാണോ നമ്മൾ റിങ് തിരിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ റിംഗ് നോട്ട് തിരിഞ്ഞിരിക്കേണ്ട ആ സൈഡിലേക്ക് ഫേസ് ചെയ്ത് വേണം നമ്മൾ രണ്ടാമത് കുത്തുന്ന. ഒന്ന് മനസ്സിലായിക്കോളൂ. 2 ചുറ്റി നമ്മൾ ഏത് സൈഡിലേക്കാണ് തിരിഞ്ഞിരിക്കേണ്ടത് ആ സൈഡിലേക്ക് വേണം നമ്മൾ ആ റിംഗ് നോട്ട് കുത്തി എടുക്കാനാണ്. അപ്പം നമ്മൾ മുകളിൽ ജസ്റ്റ് നമ്മൾ ആ റിംഗ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റിംഗ് നോട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളൊരു ബിഗിനർ ആണ്, റിംഗ് നോട്ടൊക്കെ പഠിച്ചു വരുന്ന സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ ചുറ്റി ആ റിംഗ് നോട്ട് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് രണ്ട് റിംഗ് വെച്ചിട്ടുള്ള നോട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ആരിയിലും ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറിയിലൊക്കെയുള്ള ഫിനിഷിങ്ങിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഫിനിഷിങ് കിട്ടാനും പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഒക്കെ മെയിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പ്രാക്ടീസ് തന്നെയാണ് കേട്ടോ. അത് എല്ലാവരോടും, എന്നെ വിളിക്കുന്നവരോടും എന്നെ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ആണ് മസ്റ്റായിട്ട് വേണ്ടത് എന്ന്. ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഫ്ലവറുകൾ ഇതുപോലെ കൊടുത്താലും
അങ്ങിങ്ങായിട്ട് നമുക്ക് ഗ്യാപ്പുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഗ്യാപ്പ് നമുക്ക് ലാസ്റ്റ് സമയത്ത് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം ഈ നമ്മൾ കൊടുത്ത ഫ്രഞ്ച് നോട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ കൊടുത്ത് തീർത്ത് പോകാവുന്നതാണ്. ലാസ്റ്റ് നമുക്ക് അങ്ങിങ്ങായിട്ട് ഗ്യാപ്പ് വരുന്ന, അതായത് നമ്മുടെ ആ ബീഡ് വർക്ക് കൊടുത്തിരിക്കുന്ന അതേ ലെവലിൽ തന്നെ നമ്മൾ ആ ത്രെഡ് വർക്കും വന്നെങ്കിലാണ് നമുക്കത് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. നമുക്ക് ഒറ്റ ഒറ്റ നോട്ടത്തിൽ ഫിനിഷിംഗ് ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ ലെവലിൽ തന്നെ നമ്മുടെ ത്രെഡ് വർക്കും വരണം. അപ്പം അത് ഫില്ല് ചെയ്യാനുള്ളിടത്ത് നമുക്ക് വീണ്ടും നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ലാസ്റ്റ് ടച്ചപ്പ് കൊടുക്കുമെന്ന് പറയില്ലേ, അപ്പം ആ രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട് ബേസ് ചെയ്ത് തന്നെ നമുക്ക് എല്ലാ ഫ്ലവറും ഇതുപോലെ തന്നെ ഒരു 5-6 പെറ്റൽ വെച്ചിട്ട് നമുക്ക് ആ ഫ്ലവർ ഫില്ലായി കിട്ടും. ഓരോരുത്തരുടെ ഫ്രഞ്ച് നോട്ടിന്റെ വലുപ്പം അനുസരിച്ച് ആ പെറ്റൽസിന്റെ എണ്ണം നമുക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ മുകളിലോട്ടുള്ള പോർഷൻ ഞാൻ ഇതുപോലെ ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് കൂടെ വരുന്ന ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡും കൂടെ വരുന്ന യെല്ലോ വെച്ചിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഫില്ല് ചെയ്ത് തന്നെ അപ്പം നമ്മൾ ആ ലെവലിൽ വരുന്ന ഫ്രഞ്ച് നോട്ട് കൊണ്ട് തന്നെ നമുക്ക് ആ ഫ്ലവർ ഫില്ല് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങിങ്ങായിട്ട് മാത്രമാണ് ജസ്റ്റ് ഓരോ പെറ്റൽ വെച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടുന്ന് ആ യെല്ലോയും ഓറഞ്ചും കൂടി ചേരുന്നിടത്ത് ഒരു മെർജ് ചെയ്യുന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫ്ലവർ റിംഗ് നോട്ട് വെച്ച് പോന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഒറ്റ ലെവലിൽ നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന പോലെയല്ല. അപ്പം അതിൻ്റെ ഇടയ്ക്കോട്ടെ നമ്മുടെ യെല്ലോയിലോട്ട് കയറ്റി ചെറിയ 1-2 ഓറഞ്ചിന്റെ പെറ്റലും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പം അവിടെ ഒരു മെർജ് ചെയ്ത് വന്ന ഒരു ഫീലിംഗ് വന്നു. അപ്പൊ ബാക്കിയുള്ള ഫ്ലവർ കംപ്ലീറ്റും ഞാൻ എങ്ങനെ തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആങ്കർ ത്രെഡ് കൊണ്ട് തന്നെ ഇനി നമുക്ക് ഓരോ ബഞ്ച് ബീഡ്സിൽ ഓരോ ബീഡ്സ് വെച്ചിട്ട് നമ്മുടെ ആ ഫ്ലവറിന്റെ ഇടയ്ക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ വർക്കിന് കുറച്ചുകൂടെ ഒരു ബ്രൈറ്റൻ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം വിഷുവിനും നമ്മുടെ ഉത്സവങ്ങൾക്കും ഒക്കെ പറ്റിയ നല്ലൊരു വർക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ വർക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ. താങ്ക് യു. ബൈ.